നമസ്കാരം. കേരളത്തിലെ സാമ്പത്തിക രംഗത്ത് വൻ മാറ്റങ്ങൾ കുറിച്ചുകൊണ്ട് വൻതോതിലുള്ള മൂലധന നിക്ഷേപങ്ങളാണ് ഇപ്പോൾ സംസ്ഥാനത്തേക്ക് ഒഴുകിയെത്തുന്നത്. UDF സർക്കാർ ഭരണ നേതൃത്വത്തിലേക്ക് എത്തിയതോടുകൂടി, പ്രത്യേകിച്ചും VD സതീശൻ മുഖ്യമന്ത്രിയായതോടുകൂടി പുതിയ വികസന തരംഗത്തിനാണ് നാടിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉറപ്പുവരുത്തുന്നതിൽ സർക്കാർ കാണിക്കുന്ന ഈ കൃത്യമായ ഇടപെടൽ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നുമുള്ള പ്രമുഖ സംരംഭകരെ കേരളത്തിലേക്ക് ആകർഷിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയിലുണ്ടായ പുതിയ മുന്നേറ്റം. ഏകദേശം 27,000 കോടി രൂപയുടെ ബൃഹത്തായ പദ്ധതിയിൽ അദാനി ഗ്രൂപ്പിന്റെ കൈവശമുള്ള 49% ഓഹരികൾ സ്വന്തമാക്കാൻ ആഗോള ഭീമന്മാരായിട്ടുള്ള MSC തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നു. ആയിരക്കണക്കിന് കോടി രൂപയാണ് അവർ ഇതിനായിട്ട് നീക്കിവെച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ ഒരു കമ്പനി ഇത്തരത്തിൽ വിഴിഞ്ഞത്തിലേക്ക് പണം മുടക്കാനായിട്ട് തയ്യാറാകുന്നത് കേരളത്തിന്റെ ഭാവി വികസന സാധ്യതകൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമായിട്ട് വേണം കരുതാനായിട്ട്. എന്നാൽ നാട്ടിൽ വലിയ വികസന പദ്ധതികൾ വരുമ്പോഴും നിക്ഷേപകർ വിശ്വാസമർപ്പിച്ച് തുടങ്ങുമ്പോഴും അതിനെയെല്ലാം നെഗറ്റീവായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും പ്രതികൂല ശക്തികളിൽ നിന്നൊക്കെ തന്നെ ഉണ്ടാകുന്നത്. ഒരു ഉച്ചഭക്ഷണത്തിൻ്റെ പേര് പറഞ്ഞും ഹെലികോപ്റ്റർ യാത്രയെ ചൊല്ലിയുമൊക്കെ മാധ്യമങ്ങളെ ഉപയോഗിച്ച് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് അവരുടെ നീക്കം. വാസ്തവത്തിൽ സർക്കാരിന് ചെലവൊന്നുമില്ലാത്ത യാത്രകളെയാണ് ഇവർ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ നോക്കുന്നത്. മുൻ സർക്കാരിൻ്റെ കാലത്ത് പ്രതിമാസം 80 ലക്ഷം രൂപ വാടക കൊടുത്ത് കരാറിലേർപ്പെട്ട ഹെലികോപ്റ്ററാണിത്. അത് പറത്തിയാലും ഇല്ലെങ്കിലും ജനങ്ങളുടെ നികുതി പണം കൃത്യമായി മാസം തോറും കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ കരാറിന് വിപരീതമായിട്ട് ആ കരാറിലെ സൗജന്യ യാത്രാ സമയം അത് പ്രയോജനപ്പെടുത്തിയാണ് ഇവിടെ അടിയന്തര യാത്ര നടത്തിയിരിക്കുന്നത്. മുൻകാലങ്ങളിലെ ദൂർത്തും ഇവിടുത്തെ യാഥാർത്ഥ്യവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വലിയ ബിസിനസ് ഗ്രൂപ്പുകളുമായുള്ള ചർച്ച വൈകിയാൽ ആ നിക്ഷേപങ്ങൾ അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ടായിരുന്നു. വിഴിഞ്ഞ പദ്ധതിയുമായി ബന്ധപ്പെട്ട മിഷൻ സമുദ്ര ഉൾപ്പെടെയുള്ള വികസന നയങ്ങളിൽ പങ്കാളികളാകാൻ തമിഴ്നാടടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇതേ നിക്ഷേപകരുമായിട്ട് സമാന്തരമായി ചർച്ച നടത്തുന്നുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ കേരളത്തിന് ലഭിക്കേണ്ട ആയിരക്കണക്കിന് കോടിയുടെ പദ്ധതികൾ കൈവിട്ടു പോകാതിരിക്കാൻ സമയബന്ധിതമായി ഇടപെടുക മാത്രമാണ് ഇവിടെ ഭരണ നേതൃത്വം ചെയ്തത്. കൊച്ചിയിൽ വെച്ച പ്രമുഖ വ്യവസായികളുമായി നടത്തിയ ആ ചർച്ച തികച്ചും അടിയന്തര സ്വഭാവമുള്ളതായിരുന്നു. തമിഴ്നാടിൻ്റെ വാഗ്ദാനങ്ങൾക്ക് മുന്നിൽ കേരളത്തിൻ്റെ സാധ്യതകൾ നഷ്ടപ്പെടാതിരിക്കാൻ ഹെലികോപ്റ്ററിൽ അവിടെ ഓടിയെത്തുകയും നിക്ഷേപകരെ നമ്മുടെ നാട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയുമാണ് ഉണ്ടായത്. ഇതിനെയാണ് ചില കേന്ദ്രങ്ങൾ തെറ്റായ പ്രചരണങ്ങൾക്കായിട്ട് വളച്ചൊടിക്കുന്നത്. ഒരു സംസ്ഥാനത്തിൻ്റെ വികസന ചർച്ചകളും നയതന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളും പ്രാഥമിക ഘട്ടത്തിൽ തന്നെ പരസ്യപ്പെടുത്തണം എന്ന് വാശി പിടിക്കുന്നതിൽ കാര്യമില്ല. അതാത് സമയങ്ങളിൽ വികസനങ്ങളൊക്കെ തന്നെ യാഥാർത്ഥ്യമാകുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളെ കാര്യങ്ങൾ ധരിപ്പിക്കുക തന്നെ ചെയ്യുന്നതാണ്. മുൻപ് ഭരണത്തിലിരുന്നവർ വിദേശ യാത്രകളും വാഗ്ദാനങ്ങളും നൽകിയതല്ലാതെ ഒരു പ്രയോജനവും നാടിന് ലഭിച്ചിരുന്നില്ല എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ കണ്ടതാണ്. എവിടെയൊക്കെ പോയി എന്തൊക്കെ നിക്ഷേപങ്ങൾ കൊണ്ടുവന്നു എന്നതിനൊന്നും അന്ന് ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. എന്നാൽ നിലവിലെ ഭരണം സുതാര്യമായ രീതിയിൽ വളരെ കൃത്യമായ മുന്നേറ്റം നടത്തുമ്പോൾ അതിനെ സ്വാഭാവികമായും എതിർക്കുന്നത് വികസന വിരോധം കൊണ്ടാണ്. തമിഴ്നാട്ടിലേക്ക് പോകേണ്ടിയിരുന്ന നിക്ഷേപങ്ങളെ കേരളത്തിലേക്ക് വഴിതിരിച്ചു വിടാനായിട്ട് കാണിച്ച ആ അടിയന്തര ഇടപെടലിനെ വിമർശിക്കുന്നതിൽ ഒരു ന്യായവുമില്ല. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ ശക്തമായി പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പദ്ധതികൾ ഇപ്പോൾ ആവിഷ്കരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കപ്പൽ നിർമ്മാണ രംഗത്തും അനുബന്ധ വ്യവസായങ്ങളിലുമായിട്ട് ഏകദേശം 10,000 കോടി രൂപയുടെ പുതിയ നിക്ഷേപം നടത്താൻ പ്രമുഖ ഗ്രൂപ്പായ ടാറ്റ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സ്വകാര്യ നിക്ഷേപ സാധ്യതകൾക്കാണ് ഇപ്പോൾ വഴി തുറക്കുന്നത്. ബജറ്റിന് ശേഷമുള്ള വിശദീകരണങ്ങളിൽ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയതുമാണ്. 10,000 കോടി രൂപയുടെ പ്രാഥമിക നിക്ഷേപം പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നതോടെ വലിയ രീതിയിലുള്ള തൊഴിലവസരങ്ങളാണ് നാടിന് ലഭിക്കാനായിട്ട് പോകുന്നത്. ഇത്തരം വലിയ നേട്ടങ്ങളെ കാണാതെ പോകാൻ രാഷ്ട്രീയ എതിരാളികളൊക്കെ തന്നെ ശ്രമിക്കുന്നത് സഹതാപകരമാണ്. വികസനത്തിൻ്റെ പുതിയ ചരിത്രം കുറിക്കാൻ മുന്നേറുമ്പോൾ ഭക്ഷണം കഴിച്ചതിലെ വിഭവങ്ങളുടെയൊക്കെ തന്നെ കണക്കും മീൻ വറുത്തതിൻ്റെ കണക്കും പറഞ്ഞ് രാഷ്ട്രീയ എതിർപ്പ് ഉന്നയിക്കുന്നത് എങ്ങനെയുള്ള രാഷ്ട്രീയ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ്. ട്രാക്ടറും കമ്പ്യൂട്ടറും അടക്കമുള്ള സാങ്കേതിക മുന്നേറ്റങ്ങളെയൊക്കെ മുൻകാലങ്ങളിൽ ഭയപ്പെടുകയും എതിർക്കുകയും ചെയ്ത ചരിത്രമുള്ളവർ ഇന്നിപ്പോൾ ഈ നടപ്പിലാക്കുന്ന ഇത്തരം ആധുനിക വ്യവസായ വികസനങ്ങളെയും സമാനമായ രീതിയിൽ എതിർക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല. എന്നാൽ ഇത്തരം നിഷേധാത്മക നിലപാടുകളെ അതിജീവിച്ച് നാട് മുന്നോട്ട് കുതിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിന് ഉണ്ടായ ഈ വലിയ മാറ്റത്തെയും വികസന പാതയെയും ഇവിടുത്തെ ജനങ്ങളും അതോടൊപ്പം തന്നെ ഇതിനെ എതിർക്കുന്നവരുമൊക്കെ ഒരുപോലെ അംഗീകരിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.